സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കുഞ്ഞ് നോവയ്ക്ക് പുതുജീവനേകി ലൂർദ് ആശുപത്രി. 350 ഗ്രാം മാത്രം തൂക്കവുമായി ഗുരുതരാവസ്ഥയിൽ പിറന്ന നവജാത ശിശു നോവയ്ക്ക് എറണാകുളം ലൂർദ് ആശുപത്രിയിലെ മെഡിക്കൽ സംഘം പുതുജീവൻ നൽകി. റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ നവജാത ശിശുവാണ് നോവ. ജനിക്കുമ്പോൾ 375 ഗ്രാം ഭാരമുണ്ടായിരുന്ന ഹൈദരാബാദ് സ്വദേശിയെയാണ് നിലവിൽ ഏറ്റവും ഭാരം കുറഞ്ഞ നവജാത ശിശുവായി കണക്കാക്കുന്നത്. ആ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ള 380 ഗ്രാം ഭാരത്തോടെ ജനിച്ച ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ UKGയിൽ പഠിക്കുന്ന കാശ്വിയെ 2019 ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും എറണാകുളം ലൂർദ് ആശുപത്രി തന്നെയാണ്. നവജാത ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ റോജോ ജോയിയുടെ നേതൃത്വത്തിൽ 100 ദിവസത്തിലധികം നീണ്ട നൂതനവും അതിസങ്കീർണവുമായ ചികിത്സയിലൂടെയാണ് കുഞ്ഞു നോവയുടെ ജീവൻ സാധാരണ നിലയിൽ എത്തിച്ചത്. ഏതൊരു നവജാത ശിശുവിന്റെയും അതിജീവനത്തിന് കുറഞ്ഞത് 24 ആഴ്ചയെങ്കിലും അമ്മയുടെ ഉദരത്തിൽ വെച്ച് വളർച്ച പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ നോവയുടെ കാര്യത്തിൽ നവജാത ശിശു വിദഗ്ധർ അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട 3 വെല്ലുവിളികളിൽ ഒന്ന് ശിശുവിന്റെ അതിജീവനത്തിന് ആവശ്യമായ കുറഞ്ഞ വളർച്ച പോലും എത്താതെ 23ാമത്തെ ആഴ്ചയിൽ ആയിരുന്നു ജനനം എന്നതാണ്. കൂടാതെ ജനിക്കുന്ന സമയത്ത് നോവയുടെ അമ്മയായ സുജുഷയ്ക്ക് അണുബാധ ഉണ്ടായിരുന്നതും ഇത് കുഞ്ഞിലേക്കും ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നതും കുഞ്ഞിന്റെ ഭാരം വളരെ കുറവായിരുന്നതും എന്നതുമാണ് മറ്റു പ്രധാന വെല്ലുവിളികൾ. അമ്മയിൽ നിന്ന് കുഞ്ഞിന് അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ യഥാസമയം സ്വീകരിച്ചതുവഴി യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ കുഞ്ഞിന്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ലൂർദ് ആശുപത്രിയിലെ ഡോക്ടർ റോജോയുടെ നേതൃത്വത്തിലുള്ള നിയോനേറ്റൽ വിഭാഗത്തിന് കഴിഞ്ഞു. പൂർണ്ണ വളർച്ച എത്താതിരുന്നതിനാൽ കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളുടെയും വളർച്ചയും കുറവായിരുന്നു. ആയതിനാൽ ജനിച്ച ഉടനെ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുന്നതിനായി ലേബർ റൂമിൽ വെച്ച് തന്നെ കുഞ്ഞിന് കൃത്രിമ ശ്വാസം നൽകി. പിന്നീട് 1 മാസത്തോളം NICUവിൽ വെന്റിലേറ്റർ സഹായത്തോടെ കൃത്രിമ ശ്വാസോച്ഛ്വാസം തുടരുകയും ചെയ്തു. അതിനുശേഷം കുഞ്ഞിനെ അത്യാധുനിക നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ സംവിധാനത്തിലേക്ക് മാറ്റി. കുഞ്ഞിന് പോയിന്റ് ഓഫ് കെയർ എക്കോ കാർഡിയോഗ്രാം, ന്യൂറോസോണോഗ്രാം എന്നിവ ചെയ്യുകയും ഹൃദയമിടിപ്പ് കുറവായതിനാൽ അത് നിലനിർത്തുന്നതിന് ആവശ്യമായ മരുന്നുകളും നൽകേണ്ടി വന്നു. കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഉണ്ടാവേണ്ട വളർച്ച പുറം ലോകത്ത് വളരുമ്പോഴും ലഭിക്കുവാൻ തുടക്കത്തിൽ ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷൻ ഗ്ലൂക്കോസും പ്രോട്ടീനും ലിക്വിഡ്സും നൽകി. പിന്നീട് അമ്മയുടെ മുലപ്പാൽ കൊടുക്കുവാൻ തുടങ്ങുകയും ചെയ്തു. പതിയെ മുലപ്പാലിന്റെ അളവ് കൂട്ടി ആവശ്യമായ ന്യൂട്രീഷൻ കുഞ്ഞിന് ലഭ്യമാക്കുവാനും നിയോനേറ്റൽ വിഭാഗത്തിന് കഴിഞ്ഞു. കുഞ്ഞിന്റെ കണ്ണിന്റെ വളർച്ച സൂക്ഷ്മമായി പരിശോധിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. എറണാകുളം ഗിരിധർ ആശുപത്രിയിലെ ഡോക്ടർ അനുഭവ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് ഇതിനുവേണ്ട വിദഗ്ധ സേവനം നൽകിയത്. മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങളിൽ സാധാരണമായി കണ്ടുവരുന്ന റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന രോഗാവസ്ഥ ഈ കുഞ്ഞിന് ഉണ്ടായില്ലെന്നും അതിനുവേണ്ടി നവജാത ശിശു വിഭാഗം സ്വീകരിച്ച മുൻകരുതലുകൾ അഭിനന്ദനാർഹമാണെന്നും ഡോക്ടർ അനുഭവ് പറഞ്ഞു. നോവയുടെ പരിചരണത്തിനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുകയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ലഭ്യമാക്കുകയും ചെയ്തിരുന്നതായി ലൂർദ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ഫാദർ ജോർജ് സെക്യൂറ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ലൂർദ് ആശുപത്രിയിലെ നവജാത ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ റോജോ ജോയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അഷ്റിൻ നൌഷാദ്, ഡോക്ടർ മെവിൻ ജോസഫ്, ഡോക്ടർ കാവേരി MS, ഡോക്ടർ അഫീന S, ഡോക്ടർ അപർണ രാജ് എന്നിവരുടെയും നിയോനേറ്റൽ ICU ഹെഡ് നഴ്സ് സ്മിതാദേവി കീഴിലുള്ള നഴ്സുമാരുടെയും കണ്ണിമ ചിമ്മാതെയുള്ള പരിപാലനവുമാണ് കുഞ്ഞിന്റെ അതിജീവനം സാധ്യമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിന്റെ അമ്മയ്ക്ക് അടിയന്തര വൈദ്യസഹായം നൽകിയ ലൂർദ് ആശുപത്രി ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ദിവ്യ ജോസ് കുഞ്ഞിന്റെ വളർച്ചയും ആരോഗ്യ പുരോഗതിയും കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിന് നേതൃത്വം നൽകിയ റേഡിയോളജി വിഭാഗത്തിന്റെയും മറ്റ് വിവിധ വിഭാഗങ്ങളുടെയും സഹകരണം കൊണ്ടാണ് പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും സ്വന്തമായി ശ്വാസോച്ഛ്വാസം എടുക്കുവാൻ കഴിയുന്നുണ്ടെന്നും കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി മറ്റ് സപ്പോർട്ടുകളില്ലാതെ മാതാവിനോടൊപ്പം സാധാരണ മുറിയിലാണ് കുട്ടി ഉള്ളതെന്നും ഡോക്ടർ റോജോ അറിയിച്ചു. ഇപ്പോൾ കുട്ടിക്ക് 1.850 കിലോഗ്രാം ഭാരമുണ്ടെന്നും അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്നും ഡോക്ടർ പറഞ്ഞു.